നമസ്കാരം. നുണേശന്റെ ഇന്നത്തെ മറ്റൊരു കല്ല് വെച്ച നുണയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊരു വാക്കുകൂടി പറയാം, എഴുതി വെച്ചോ. UDF വന്നാൽ ഇടുക്കിയിൽ വിമാനവും ഹെലികോപ്റ്ററും എല്ലാം ഇറങ്ങുന്ന ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടാവും. എയർ സ്ട്രിപ്പ്. ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിൽ വിമാനമിറക്കി. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഇടുക്കി എയർ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്നോണം വിമാനം ഇറക്കിയിരിക്കുകയാണ്. രാജ്യത്ത് ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് പണിയുന്ന എയർ സ്ട്രിപ്പ് കൂടിയാണ് ഇടുക്കിയിൽ ഒരുങ്ങുന്നത്. കാത്തിരിപ്പിനൊടുവിൽ ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിൽ വിമാനമിറങ്ങി. ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിൽ വിമാനമിറക്കിയിരിക്കുന്നു. 100 മീറ്റർ റൺവേയും വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാങ്ങറും വാച്ച് ടവറും ഒക്കെ പൂർത്തിയായി. കാത്തിരിപ്പിനൊടുവിൽ ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിൽ വിമാനമിറക്കി. 650 മീറ്റർ ആണ് ഈ ഒരു എയർ സ്ട്രിപ്പിന്റെ നീളം. എയർപോർട്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, എയർ സ്ട്രിപ്പ് ഉണ്ടാവും. എയർ സ്ട്രിപ്പ് ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിൽ എയർഫോഴ്സ് സംഘം പരിശോധന നടത്തി. വ്യോമസേന ഹെലികോപ്റ്റർ ഇറക്കിയാണ് പരിശോധന നടത്തിയത്. ഈ എയർ സ്ട്രിപ്പ് പ്രകൃതി ദുരന്തങ്ങൾക്ക് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് എയർഫോഴ്സിന്റെ സംഘം പ്രധാനമായി എത്തിയിരിക്കുന്നത്. ഹെലികോപ്റ്റർ സുഖമായി ഇവിടെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര എയർക്രാഫ്റ്റ് വരാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് കാലാമിറ്റീസിൽ എത്ര എയർക്രാഫ്റ്റ് ഇറക്കാൻ പറ്റും, എസ്പെഷ്യലി ഫോർ ദ എയർഫോഴ്സ്. എന്തായാലും ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംഘങ്ങളെ ഇത്തരത്തിൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് എയർഫോഴ്സിന്റെ